ചാടി ഇങ്ങനെ ഇരുന്ന് മോങ്ങാനായിട്ട് നിന്റെ വല്ലൊരു ചത്തോ? നിങ്ങൾ എന്താ എന്നോട് വെറുതെ ചാടി കയറുന്നേ? നമ്മുടെ മോൾ ഒരുത്തനോട് ഇറങ്ങിപ്പോയത് നാട്ടുകാരെ മുഴുവൻ അരച്ചു വെറുതെ നാണം കിടണ്ട. ഇനി എന്താ ചെയ്യേണ്ടത് ആലോചിക്കുക. ആലോചിക്കാനൊന്നുമില്ല. പ്രേമം മൂത്ത് അന്യ മതക്കാരൻ്റെ കൂടെ ഇറങ്ങി പോയവളെ കൊല്ല്. കുറെ വിഷം വാങ്ങി തന്നെ എല്ലാവരെയും കൊല്ല്. അപ്പൊ നിങ്ങൾക്ക് സമാധാനമാവുമല്ലോ. കുമാരേട്ടാ, ജാതി മതമൊക്കെ ഇപ്പോഴത്തെ കാലത്തൊരു പ്രശ്നമാക്കണോ? അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന്. എന്നാ നിന്റെ മോളെ വല്ല നസാണിക്കോ മാപ്പിളക്കോ കെട്ടിച്ചു കൊടുക്ക. കുമാരേട്ടാ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്തിനാ അവളെ തല്ലുന്നത്? തല്ലുവല്ല, കൊല്ലുക വേണ്ടത്. കുമാരേട്ടാ, ഒന്ന് എണ്ണ കൊണ്ട് പോനെ. താഴത്തും തലയിൽ വെക്കാതെയാ ഞാൻ ഇവിടെ വളർത്തിയത്. അതൊന്നും ഓർമ്മയില്ലാണ്ട് കണ്ണീ കണ്ടവരുടെ കൂടെ ഓടിപ്പോയില്ലേ ഈ ഒരുപെട്ടവള്. കുട്ടികളാവുമ്പോ ചില ബുദ്ധിമോശമൊക്കെ കാണിക്കും. മുതിർന്നവർ അതൊക്കെ അങ്ങ് ക്ഷമിക്കണം. എന്നാലല്ലേ അവർക്ക് തെറ്റ് തിരുത്താൻ പറ്റൂ. അല്ലേ മോളെ? മോള് കരയണ്ട. മോളെ ആരും ഒന്നും ചെയ്യില്ല. കണ്ട ജാതിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയി ഇവിടെ വീട്ടിൽ കയറ്റോ? ഞാനോ ഇല്ല, നശിച്ചവളാ ഇവിടെ. ഹേയ്, ഒന്നുമില്ല. അവര് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പ് വെച്ചു, പിന്നെ ഒരു താലി കെട്ടി, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളുടെ മോള് പഴയ മോളായിട്ട് തന്നെ തിരിച്ചു വന്നിരിക്കും. എവിടെ നിന്റെ വീട്? അത് കുറച്ച് ദൂരെയാ. എന്ന് വെച്ചാ ഈ ഭഗവതിപുരത്തെ വിശേഷങ്ങളൊന്നും അറിയാത്ത അത്രയും ദൂരെ അല്ലേ? മോനെ, ഈ ഭഗവതിപുരത്ത് ആരും പ്രേമിച്ച് കല്യാണം കഴിക്കാറില്ലടാ. പ്രത്യേകിച്ചും ജാതിയും മതവും നോക്കാതെയുള്ള കല്യാണം ഞങ്ങളൊട്ട് സമ്മതിക്കാറുമില്ല. നിനക്കറിയോ, ഈ പ്രേമം എന്ന് പറയുന്നത് ഒരു തരം വിവരക്കേടാടാ. ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ മറന്ന് ഇന്നലെ കണ്ട ഏതോ ഒരു പെണ്ണിന്റെയോ ചെറുക്കന്റെയോ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവാന്ന് വെച്ചാ അത് വലിയൊരു അപരാധമാ. അവരുടെ സന്തോഷം കെടുത്താതെ ജീവിക്കണം. അവരുടെ നമ്മളിലുള്ള പ്രതീക്ഷ മക്കളായ നമ്മൾ വേണ്ടേ നിറവേറ്റാൻ? പോയി അച്ഛനോടും അമ്മയോടൊക്കെ ക്ഷമ ചോദിച്ച് അവരോടൊപ്പം സന്തോഷമായിട്ട്. ഇല്ല, എന്നെ കൊന്നാലും ശരി, ഞാൻ ഇവിടെ കൊണ്ട് പോകും. വേണ്ട, മിടുക്കനവൻ. സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചാവാനും മടിയില്ലാത്തവൻ. ഇവനെ കൊണ്ടുപോകും. ഇവന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ എത്തിക്കേണ്ടത് എത്തിക്കും.
നിനക്ക് ഷോപ്പിട്ടേന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. നോക്കണം ആശാനെ ആശാനെ മതിയാ പോലെ കൂടെ ഏർപ്പെടാ ഇങ്ങോട്ട് ചോദിക്കണം. ഇങ്ങനെ കൊല്ല ചെയ്തിയാൽ എന്ത് തെറ്റാ ചെയ്തത്? നീ അയച്ചോട്, ഇല്ല ഞാൻ പോലീസ് വിളിക്കും. ആശാനെ ഇയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ശിക്ഷിക്കാൻ ഈ നാട്ടിൽ പോലീസും കോടതിയൊക്കെ ഉണ്ട്. അവരുടെ പണി ഒരു ഗുണ്ട ചെയ്യണ്ട. എടേ, ഇവൻ ആരാ നിനക്കറിയോ? സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയവനാ. ഇവന്റെ 3 പെൺകുട്ടികൾ പിച്ച തണ്ടിക്കൊണ്ടുവരുന്ന കാശുകൊണ്ടാ ഇവൻ സുഖിച്ചു കഴിയുന്നത്. കള്ളും കഞ്ചാവും വലിച്ചു കെട്ടി വീട്ടിൽ ചെന്ന് കേറിയ പിന്നെ സ്വന്തം മക്കളേതാ പെറ്റ തള്ള ഏതാ തിരിച്ചറിയാത്ത നാളെ ഇവനെ ഞാൻ വെറുതെ വിടോടി. അല്ല അത് വല്ലാത്തൊരു ജന്മം തന്നെ. അടി ഇടി കുടി അയ്യോ അത് മാത്രമില്ല ദൈവമേ, അല്ലേ കാണായിരുന്നു. എന്താ വെള്ളം മാത്രമേ ഉള്ളൂ? അല്ലടാ, രാവിലെ വെള്ളത്തിന്റെ കൂടെ കുറെ കള്ളുകൂടി തരാം. എന്നാ ചായ കുടി. എന്റെ തീപ്പെട്ടി കാണാനില്ലല്ലോ. നീ പോയി ഒരെണ്ണം വാങ്ങിച്ചോണ്ടോ. എന്റെ വലിയ അല്പം കൂടുന്നുണ്ട് കേട്ടാ. മെനക്കെടുത്താനായിട്ട് രാവിലെ ഓരോന്നോരോ കൽപ്പിച്ചങ്ങ് പൊക്കോളും. ബാക്കിയുള്ള അവനൊക്കെ വലിയ ആൾക്കാരാ, അവരോട് ഉടക്കാൻ നിൽക്കണ്ട. നിന്നൊക്കെ എന്തെങ്കിലും എന്റെ കൈ കിട്ടോടാ. കിട്ടിയിട്ട് എന്തിനാണ്? ഭഗവതി പുരത്തെ വിശ്വരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതേടാ, ഭഗവതി പുരത്തെ വിശ്വനാഥ് അവൻ എന്തും ചെയ്യും. തല്ലും കൊല്ലും കൊല്ലാക്കൊല ചെയ്യും. അവനോട് ആരും ഒന്നും ചോദിക്കില്ല, ചോദിക്കാൻ ധൈര്യപ്പെടില്ല. ഭഗവതി വെറുത്ത വിശ്വനായാലും ശരി, ഏഴവനായാലും ശരി, നിന്നെ വേദനിപ്പിച്ചവനെ ഞാൻ വെറുതെ വിടില്ല. അവനെ കൊടുത്തിരിക്കും പുലി.
ആ വഴി മാറി കൊടുക്കാം. ഇത് സിൽവർ തന്നെ, ഇത് ഗോൾഡ് തന്നെ, ഇത് പ്ലാറ്റിനം, ഇത് ഡയമണ്ട്. ഒന്നും നന്ദി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വജ്രം. ഇന്നത്തെ കളി മോശമില്ല, നവരത്നം തന്നെ. ഇട്ടുപേ. അരി വറക്കാൻ അറിയോ? അരി വറക്കാൻ അറിയാവോ? പറയാ. അഥവാ വറക്കാൻ അറിയാമെങ്കിൽ പച്ചരി വറുത്തു, യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ മോഹവില കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്ന ഈ ഭഗവതിപുരം മട്ടേരിയെ എന്റെ നെഞ്ചത്തിന് അടുപ്പൂട്ടി വറക്കണോട് ഇട്ടുപ്പേ. അല്ല പിന്നെ ദേ ഇന്നത്തോടു കൂടി തന്റെ വായിനോട്ടം ചോര ഊച്ചി കുടിക്കുന്ന നിർത്തിയില്ലെങ്കിലേ നിന്റെ കണ്ണെ കുത്തി പൊട്ടിക്കോട്ടാ കോപ്പൻ ഇട്ടുപ്പേ. കിന്നരിച്ച് നിന്ന് സമയം കളയത് വേഗം വരണം കേട്ടോ. വാ. ഇതുപോലെ ഉണ്ട് ഞരമ്പ് രോഗികള്. വെറുതെ. നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ഷാരൂഖ് എന്ത് തീരുമാനിച്ചു? എന്ത് 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ട്രിപ്പ് പോകണം? എന്ത് പറഞ്ഞാലും ഒരു തമാശ. നമ്മൾ തമ്മിലുള്ള ഇഷ്ടം എന്റെ വീട്ടുകാരറിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? കൊന്നാളെയും. നമ്മുടെ കല്യാണത്തിന് ഒരിക്കലും എന്റെ വീട്ടുകാർ സമ്മതിക്കില്ല. അതുകൊണ്ട് ഉടനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എന്റെ അനു ഉടനെ ഒരു തീരുമാനം എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോ ഒരു വീട്ടുകാർ എനിക്ക് ഒരു കല്യാണം ആലോചിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച ഭഗവതിക്കാവ് ഉത്സവം കഴിഞ്ഞാൽ മിക്കവാറും അവരെ തുറപ്പിക്കും. ഇനി എന്ത് ചെയ്യണമെന്ന് ഷാരൂഖ് തീരുമാനിക്കേണ്ടത്. അല്ല ഇവനെന്താ വണ്ടി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു? ഓ അയ്യോ. ആ നീയായിരുന്നു. എന്താ ഇത്ര ലാലോചന? കാര്യങ്ങളൊക്കെ കുഴഞ്ഞു പറഞ്ഞ മട്ടാന ചന്തു. എന്താ? അനുവിന്റെ കല്യാണം ഉറപ്പിച്ചു. ഉടനെ അവളെ കല്യാണം കഴിക്കണമെന്ന് അവൾ എന്നോട് പറയുന്നു. ആ സന്തോഷമുള്ള കാര്യമല്ലേ. പക്ഷെ പിന്നീടുള്ള നിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു സങ്കടം. എന്താ? അല്ല, കല്യാണത്തിന്റെ അന്ന് തന്നെ നിന്റെ ശവടക്കൂടി കാണേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. എടാ, നിങ്ങളുടെ കല്യാണത്തിന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാ. എങ്കിൽ രജിസ്റ്റർമാരെ കഴിച്ചാലോ രഹസ്യമായിട്ട്? നടക്കില്ല മോനെ. ഭഗവതിപുരത്തെ പെൺകുട്ടി അവള്. വിശ്വനും കൂട്ടരെ അടങ്ങിയിരിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? കഴുത്തിന് മേലെ തല വേണോ വേണ്ടെന്ന് നീ ഒന്ന് ചിന്തിക്ക്. അങ്ങനെ പേടിച്ച് പിന്മാറുന്നവനല്ല ഈ ഷാരൂഖ് ഖാൻ. എന്താ ചെയ്യേണ്ടത്?